നമ്മൾ ബിസിനസ്സുകാരായി തുടരുന്നിടത്തോളം കാലം എന്നും ചെയ്യേണ്ട കാര്യം ബി എ സ്റ്റുഡൻറ് ഓഫ് മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് എന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കസ്റ്റമറെ കുറിച്ച് എന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. സെയിൽസ് അല്ല, മാർക്കറ്റിംഗ് അല്ല, ടെക്നിക് അല്ല, സ്ട്രാറ്റജി അല്ല, നമ്മൾ എന്നും പഠിക്കേണ്ടത് കസ്റ്റമറിനെ കുറിച്ചാണ്. എത്ര ഡീപ്പായിട്ട് നിങ്ങളുടെ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാവോ അത്രയും കൂടുതൽ പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം എത്ര ഡീപ്പിൽ നമ്മൾ പഠിക്കുന്നോ അത്രയും ഡീപ്പായിട്ട് അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂ കൂടുതൽ കൊടുക്കും. വാല്യൂ കൂടുതൽ കൊടുക്കും തോറും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. സോ ബി എ സ്റ്റുഡൻറ് ഓഫ് യുവർ മാർക്കറ്റ്. എന്താണ് നമ്മുടെ കസ്റ്റമറിന് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ 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 പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇപ്പോൾ എല്ലാവരും കൂടുതൽ ജനങ്ങൾ ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്യുന്നത്. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ മതി, അതിൽ എന്താണ് സാധനം ഐറ്റംസുകൾ കിട്ടുന്നത്, ഏതാണ് ഓഫർ ഉള്ളത് എന്നെല്ലാം നോക്കിക്കൊണ്ട് ഓൺലൈൻ ചെയ്തുകൊണ്ട് ഓൺലൈനിൽ ഓർഡർ ഇട്ടുകൊണ്ട് ആ ഐറ്റംസ് ഇവർ പർച്ചേസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളെ തന്നെ വിശ്വസിച്ച് നമ്മുടെ അടുത്ത് നമ്മുടെ പരിസരത്ത് കച്ചവടം ചെയ്യുന്ന കടക്കാർക്ക് കച്ചവടമില്ലാതെ 100% കച്ചവടം കിട്ടിയെങ്കിലേ അവരുടെ അവസ്ഥ, അവരുടെ ജീവിതം കഷ്ടമാണ്. അത് വിട്ട് ഇപ്പോൾ ഈ ഓൺലൈനിൽ കൂടുതൽ ആളുകൾ പോകുന്നത് കൊണ്ട്, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് 25-30% ദിവസം തോറും ബിസിനസ് കിട്ടുന്നത്. അപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും, അവരുടെ വീട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും, അവരുടെ ജീവിതം ഏത് രീതിയിലായിരിക്കും? അത് പാടില്ല എന്നാണ് ഇവിടെ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നത്. പ്രഭാഷണം നടത്തിയത് വളരെ നന്നായിരുന്നു. ഇതിനെ കേട്ട് ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിൽ വിടാതെ നല്ല പോലെ ചിന്തിച്ച്, ഞാനും ഇതുപോലെ കച്ചവടം ചെയ്യുന്നവനാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നും കൂടി ചിന്തിച്ച് ജനങ്ങള് നല്ല അവസ്ഥയിലേക്ക്, അടുത്ത കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറേണ്ടതാണ്. കഴിവിന്റെ പരമാവധി എത്രയും പെട്ടെന്ന്. പിന്നെ ഇവിടെ നമുക്ക് ലോക്കലിൽ കിട്ടാത്ത ഐറ്റമാണെങ്കിൽ സാരമില്ല. ചെറിയ ചെറിയ ചെറുകിട വ്യവസായക്കാർ, ബിസിനസ് ചെയ്യുന്നവർ വളരെ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയാണ്. അതാണ് ഇവിടെ ഉസ്താദ് പറയുന്നത്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, സാമ്പത്തിക പ്രശ്നത്തിന്റെ അടിയാധാരം എന്നുള്ളത് തൊഴിലില്ലായ്മയാണ്. ജനങ്ങൾക്ക് തൊഴിലില്ല, ജോലിയില്ല. അങ്ങനെ ജോലിയില്ലാതെ കഴിയുന്ന ഒരു സമൂഹത്തിന് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ്. അത്തരത്തിൽ തൊഴിൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി തൊഴിൽ കൊടുക്കുന്ന ആൾക്കാർക്ക് പിന്തുണ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഒരുപാട് പേര് തൊഴിൽ ദാതാക്കളുണ്ട് ഇവിടെ. ചെറുകിട സംരംഭങ്ങളാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന നമ്മുടെ നാട്ടിൽ. നമ്മൾ നോക്കുക, ഇവിടെ ഏറ്റവും കൂടുതൽ വ്യാപാര രംഗത്ത് ഒരുപാട് തൊഴിൽ നമുക്ക് കാണാൻ കഴിയും. വ്യാപാര രംഗത്ത് ഒരുപാട് തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരാണ്. സ്വയം ഒരു തൊഴിൽ കണ്ടെത്തുകയും മറ്റുള്ള ഒരുപാട് പേർക്ക് ചെറിയ ശമ്പളമാണെങ്കിൽ പോലും തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് വ്യാപാര മേഖല. പക്ഷെ നമ്മൾ അതിനെ പാടെ കൈയൊഴിഞ്ഞു കളഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹിക രംഗത്ത് സാമ്പത്തികമായി നമ്മളെല്ലാവരും പിന്നോട്ടടിക്കാനും ഒരു വലിയൊരു സംഘം ആൾക്കാരുടെ ഭക്ഷണ മേഖല, അവരുടെ ഉപജീവന മേഖലയെ തകർക്കാനും വലിയ തോതിൽ കാരണമായിട്ടുണ്ട്. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ വലിയ നിലയിൽ എല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് പർച്ചേസ് ചെയ്യുക. ഉപ്പൂട്ട് കർപ്പൂരം വഴിയും ഓൺലൈൻ വഴിയും ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ വ്യാപാരികൾ എങ്ങനെ ജീവിക്കും? അവരെ ആശ്രയിച്ചിരിക്കുന്ന തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും? നമുക്ക് സാമൂഹ്യ ബാധ്യതയില്ലേ? ഈ സാദി ഷിറാസി എന്ന പേർഷ്യക്കാരൻ അയാളുടെ വീട്ടിലേക്ക് സാധനങ്ങളുമായി കടന്നു വന്നു. അയാൾ വീട്ടിൽ കയറി വരുമ്പോൾ ഭാര്യ ചോദിച്ചത് ഇത് എവിടെ നിന്നാ വാങ്ങിച്ചതെന്നാണ്. അപ്പൊ അയാൾ പറഞ്ഞത് നമ്മുടെ ഈ നാൽക്കവലയിൽ നിന്ന്, ഈ കവലയിൽ നിന്നാ വാങ്ങിച്ചതെന്ന്. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോന്ന്? അപ്പുറത്തെ കവലയിൽ അല്പം കൂടി നടന്ന് അപ്പുറത്തെ കവലയിൽ പോയിരുന്നെങ്കിൽ 50 പൈസ വീതം എല്ലാത്തിനും വിലക്കുറവാന്ന്. അയാൾ പറഞ്ഞു ആയിക്കോട്ടെ, അതിന് ആ വിലക്കുറവിന് അയാൾ അവിടെ കടയിട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് കുറെ ആൾക്കാരുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാൻ. ഇത് നമ്മളെയൊക്കെ കണ്ടിട്ടല്ലേ ഇയാൾ ഇവിടെ ഒരു കട തുടങ്ങിയത്. നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ആരാ വാങ്ങിക്കുക? നമുക്ക് ജീവിക്കാൻ ഇതൊക്കെ ആവശ്യമാണ്. നമ്മൾ ജീവിക്കുമ്പോൾ ഒരാൾ കൂടി ജീവിക്കട്ടെ എന്ന്, മറ്റുള്ളവരെ ജീവിപ്പിച്ച് ജീവിക്കുക എന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് സാദി ഷിറാസി ലഘുകഥ ഭൂസ്ഥാംഗതകൾ ഉൾപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജീവിക്കണം, ഇവിടെ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് ആവശ്യമാണ്.
അതൊക്കെ വാങ്ങിക്കണം. നമുക്ക് വസ്ത്രം വേണം, നമുക്ക് ഭക്ഷണം വേണം. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സമീപത്ത് കട നടത്തുന്നവന്റെ എന്ന് വാക്കുമ്പോൾ അയാൾക്കൊരു ജീവിതമാവും. അയാൾക്കും ഒരു ജീവിതമാകും. അതൊരു സഹായമാണല്ലോ. വെറുതെ കൊടുക്കണ്ട. ഔദാര്യങ്ങൾ കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് കാണിക്കുന്നുണ്ടല്ലോ. 35 കോടിയും 40 കോടിയും 50 കോടിയൊക്കെ യൂട്യൂബ് വഴി എങ്ങനെ അയച്ചു കൊടുക്കണം നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ വഴിയൊക്കെ അയച്ചു കൊടുക്കാണ്. നല്ല കാര്യം തന്നെയാണ്. എവിടെയോ കിടക്കുന്നവർക്കൊക്കെ സഹായം ചെയ്യാൻ വലിയ മനസ്സ് കാണിക്കുകയും സ്വന്തം ജംഗ്ഷനിൽ ഒരു കടയും തുറന്നിട്ട് ഔദാര്യമൊന്നും വേണ്ട, എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു പോകൂ, ഞാൻ ജീവിക്കട്ടെ എന്ന ഒരു ധ്വനിയോടെ ഇരിക്കുന്ന കച്ചവടക്കാരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആശ്രയിക്കുന്നത് വിടേണ്ട കാര്യമാണ്. നമ്മൾ ഉപേക്ഷിക്കണം. കഴിവിന്റെ പരമാവധി നമ്മുടെ നാട്ടിനെ ആശ്രയിക്കുക. ഒരു കച്ചവടക്കാരന് എത്ര കച്ചവടക്കാരാണ് കടകൾ പൂട്ടിപ്പോകുന്നത്, എത്ര കച്ചവടക്കാരാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത്. ഓരോ ദിവസവും വന്നിട്ട് ഇവർ കട തുറന്ന് അടച്ചു പോകുമ്പോൾ നമ്മൾ എന്താ കണക്കാക്കുന്നത്? ജംഗ്ഷൻ കാണാൻ വേണ്ടി വന്നതാണെന്നാണ്. ജംഗ്ഷൻ കാണാൻ വന്നതല്ലല്ലോ ആരും. അവർ വന്നത് അവർ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മരുന്ന് മേടിക്കാൻ വേണ്ടിയാണ്, അവരെ മക്കളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ബസ് ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വീട്ടിലേക്ക് അരിയും സാധനവും വാങ്ങിച്ചുകൊണ്ട് പോകാനാണ്. ഇതിനൊക്കെ വേണ്ടിയ കട തുറക്കുന്നത്. 1, 2, 3, 4, 5, 6 ദിവസമായി കൈനീട്ടം എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. ആദ്യം വീഴുന്ന പെട്ടി വീഴുന്ന പൈസ അങ്ങനെ വാക്കേയില്ല. അങ്ങനെ ആദ്യം വീഴുന്ന പൈസ അതുപോലും വിൽക്കാതെ 4, 5 ദിവസവും കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് പരാതി പറയുമ്പോൾ ഉമ്മാക്ക് ഇതുവരെയും ഗുളിക മാച്ചില്ലല്ലോ, അത് തീർന്നിട്ട് കുറെ ദിവസമായല്ലോ എന്ന് നിരന്തരം പരിഭവങ്ങൾ കേൾക്കുന്ന ഒരു ഗൃഹനാഥൻ ഒരു പിടി കയറിൽ അവസാനിക്കുമ്പോൾ ആ വീട്ടിൽ ചെന്ന് നിന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ എടുത്ത് തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതല്ല വേണ്ടത്. അതല്ല. ഒരുത്തൻ ചത്തൊടുങ്ങിയിട്ട് അവിടെ വന്നിട്ട് വിലാപം പറഞ്ഞിട്ട് ഞാനങ്ങനെ സഹായിച്ച് മറിക്കുമായിരുന്നു എന്ന് പറയലല്ല. അവന്റെ കടയിൽ നിന്ന് 1 കിലോ പഴവും 1 നാരങ്ങ വെള്ളവും നിങ്ങൾ വാങ്ങിച്ചിരുന്നെങ്കിൽ അയാൾ പിന്നെയും ജീവിക്കുമായിരുന്നു. അയാൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നു. ആ കച്ചവടമൊക്കെ ഉണ്ട് എന്ന് കണക്കാക്കാം. നാളെ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായേക്കാം എന്നൊരു പ്രത്യാശ കൊടുക്കാൻ ഒരു കസ്റ്റമറെ കൊണ്ട് കഴിയും. ഇതൊക്കെ വലിയ കാര്യമാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ഈ പള്ളി മുമ്പിൽ നിന്ന് ഞാൻ പറയുമ്പോൾ ഈ തെരുവിൽ നടക്കുന്ന കച്ചവടക്കാരെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇതിലൊക്കെ വലിയ നന്മയുണ്ട്. അത് ചിന്തിക്കാൻ കഴിയണം നമുക്ക്. അത് മാത്രമല്ല, ചക്രം എന്ന പൈസയ്ക്ക് പറയാ. ചക്രം അതിങ്ങനെ സൈക്ലിംഗ് ആണ്, കറങ്ങിക്കൊണ്ടേയിരിക്കണം. ആമസോൺ പോലെയുള്ള കമ്പനികളിൽ ഭൂരിപക്ഷവും അത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും, വിദേശ കുത്തക മുതലാളിമാരാണ് അതിന്റെ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പൈസ 1000 രൂപയ്ക്ക് ഞാൻ അതിൽ പർച്ചേസ് ചെയ്തു, വിദേശത്ത് നിന്നുള്ള ഒരു കമ്പനിയാണ്, അവരുമായിട്ട് ഞാൻ കച്ചവടം നടത്തുന്നതെങ്കിൽ 1000 രൂപ എന്റെ മണ്ണ് വിട്ട് പുറത്തുപോയി, എന്റെ രാജ്യം കടന്നുപോയി. ആ പൈസയുടെ എന്ത് ചെയ്യും, കുറവ് ഈ രാജ്യത്ത് രേഖപ്പെടുത്തും. പൈസ കുറയും. പൈസ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, വില കൂടും. വില കൂട്ടമാകുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയാതെയാവും. എന്നാൽ നമ്മുടെ നാട്ടിൽ 100 രൂപ കൊടുത്ത് ഞാൻ മീൻ വാങ്ങിച്ചാൽ മീൻ കച്ചവടക്കാരൻ 100 കൊണ്ടുപോയി പച്ചക്കറി മേടിക്കും, പച്ചക്കറി കടക്കാർ അത് കൊണ്ടുപോയിട്ട് ഒരു ചെരുപ്പ് മേടിക്കും, ചെരുപ്പ് കടക്കാർ അത് കൊണ്ടുപോയിട്ട് 1 കിലോ അരി വാങ്ങിക്കും, അരി വെള്ളവൻ എന്ത് ഒരു മരിച്ചിരി മേടിക്കും. ഇതൊരു നാട്ടിൽ ഇങ്ങനെ റൊട്ടേഷനാണ്. ഒരു 1000 രൂപ ഒരു നാട്ടിൽ ഞാൻ ഇറക്കിയാൽ 1000 രൂപ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് ഇറക്കിയതാ. അതാണ്ട പണം പൂഴ്ത്തിവെക്കലെന്ന് പറഞ്ഞത്. പണം പൂഴ്ത്തിവെക്കൽ എന്ന് റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? പണം ചക്രമാണ്, കറങ്ങിക്കൊണ്ടേയിരിക്കണം. നീ പൈസ പുറത്തിറക്കുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് അതിൽ ആശയുണ്ട്, ഒരുപാട് മനുഷ്യർക്ക് അതിൽ ഭക്ഷണമുണ്ട്, ഒരുപാട് മനുഷ്യർക്ക് അതിൽ മരുന്നുണ്ട് എന്ന്. ഒരു നാടിന്റെ സമ്പന്നത എന്നുള്ളത് നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടും ഉൽപാദകരെയും വ്യാപാരികളെയും ആശ്രയിച്ചാണ് ഒരു നാടിന്റെ സമ്പന്നത നിൽക്കുന്നത്. ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നുമില്ല, സ്വന്തം നാട്ടിൽ കച്ചവടവും ഇല്ലെങ്കിൽ ഈ മണ്ണ് തരിശു ഭൂമി പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും ഒരു സമൂഹം ഒന്നടങ്കം തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കറൻസി ഉണ്ടാവില്ല കയ്യിൽ ആരുടെയും പക്കൽ. അതുകൊണ്ട് ആലോചിക്കുക. ഉസ്താദ് പറഞ്ഞത് നല്ലൊരു രീതിയാണ്, നല്ലൊരു മാർഗദർശകമാണ്, നല്ല രീതിയിലുള്ള ചിന്തനാർഹ ഒരു വിഷയമാണ്. ഒരുപാട് ഉസ്താദന്മാർ കറാമത്ത് മാത്രം പറഞ്ഞ് കുട്ടിഘോഷിച്ച് അതിൽ നിന്ന് കിട്ടുന്നത് എന്തെങ്കിലും നക്കാപ്പിച്ച കഴിച്ച് കൂടുന്നതിനേക്കാൾ ഇത്തരം കാര്യങ്ങൾ പറയും. നല്ല രീതിയിൽ ചിന്തിച്ച് പറഞ്ഞതാണ് ഉസ്താദ്. നല്ല രീതിയിലുള്ള ഒരു മനമാറ്റം ഉണ്ടാക്കാനുള്ള ഒരു പ്രസംഗമാണ്. അപ്പോൾ ഇവിടെ ഇതിനെ സ്വീകരിച്ചാൽ ലോക്കലിൽ കച്ചവടം ചെയ്യുന്ന, നമ്മുടെ പരിസരത്ത് കച്ചവടം ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ കച്ചവടം ചെയ്യുന്നവർ എന്ത് വേണം? ഒരു കട തുറന്ന് രാവിലെ അടിച്ച് വാരി ക്ലിയർ ചെയ്തു, പൂജ ചെയ്യുന്നവർ പൂജ ചെയ്തു, അതല്ലെങ്കിൽ ബിസ്മി അള്ളാഹുവിന്റെ പേര് പറഞ്ഞും കൊണ്ട് കട തുറക്കുന്നവർ അങ്ങനെ തുറന്നു. എന്തെല്ലാം അവരവരുടെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്ത് അവിടെ ഇരിക്കലല്ല, കടയിൽ ഇരിക്കലല്ല, ഇരുന്ന് കാത്തിരിക്കലല്ല. പിന്നെ ഇവരുടെ ഭാഗത്തിൽ നിന്ന് കസ്റ്റമർ നല്ല ബോധ്യപ്പെടുത്തുന്നതായിരിക്കുന്ന കാര്യങ്ങളും വേണം. റേറ്റും അതുപോലെയാണ്. സിറ്റിയുടെ റേറ്റും ഇവിടെയും ഒരുപോലെയാണ്, കൂടുതലില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കുറച്ചും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. സാരമില്ല. നിങ്ങൾ ലാഭം കൂടുതൽ നോക്കേണ്ടതല്ല,
ലോക്കൽ കടക്കാർ ലാഭം കൂടുതൽ നോക്കേണ്ടതല്ല, നിങ്ങൾ കസ്റ്റമർ കൂടുതൽ അവിടെ ഉള്ള മൊത്തം കസ്റ്റമറിനെ പിടിക്കാനാണ് നോക്കേണ്ടത്, വരുത്താനാണ് നോക്കേണ്ടത്. അതിനു വേണ്ടി റേറ്റ് നിങ്ങൾ സിറ്റിയിൽ പോയാലും ഓൺലൈനിൽ പോയാലും എല്ലാം സെയിം ആണ് എന്ന് അവർ ബോധ്യപ്പെടുത്തണം. പിന്നെ വന്ന ആൾക്ക് കെട്ടിക്കൊടുത്തു ബില്ലാക്കി റേറ്റ് ഒരു ലെവലിട്ട് അതല്ലെങ്കിൽ കുറച്ച് കൊടുത്തു മിണ്ടാതിരിക്കലല്ല, നല്ല പ്രവർത്തനം വേണം. കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നാണ് അധികവും പ്രവർത്തനം വേണ്ടത്. കസ്റ്റമർ വേറെ എവിടെയും പോകാതെ രീതിയിൽ തടയുന്നതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഫ്രഷ് ഐറ്റം ആയിരിക്കണം. ഫ്രഷ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊണ്ടിടേണ്ടതല്ല, ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ വേണ്ടത്ര ഐറ്റംസ് കൊണ്ടുവരാം. പിന്നെ അത് തീരുമ്പോൾ ഫ്രഷ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം. കച്ചവടം എത്ര കുറവ്, എത്ര ചെറിയ കച്ചവടമാണെങ്കിലും അതിന് ചെയ്യുന്നത് നല്ല രീതിയിൽ വൃത്തിയായി ചെയ്യണം, അതാണ്. പിന്നെ മൊബൈലിൽ ഓർഡർ തരാമെന്ന് അതുപോലും SMS ഇട്ടോ അതല്ലെങ്കിൽ ഇത് വാട്സപ്പ് മെസ്സേജോ ഏതാണെങ്കിലും ചെയ്ത് നിങ്ങൾ ഓർഡർ ചെയ്യാം, ഞാനിവിടെ സാധനം റെഡിയാക്കി ഡെലിവറി തരുന്നതാണ് എന്നുള്ള ഒരു ഓഫർ പോലും ജനങ്ങൾക്ക്, അതും അടുത്തുള്ള ജനങ്ങൾക്ക് അത് കൊടുക്കാം, അടുത്തുള്ള കസ്റ്റമർക്ക്. അതുപോലെ പല വീട്ടിലും കൂടുതൽ സ്ത്രീകളാണുള്ളത്, അപ്പോൾ അവിടത്തേക്ക് എത്തിച്ചു കൊടുത്താൽ അവരും കഴിവിന്റെ പരമാവധി ഓൺലൈനിൽ പോകാതെ ഇതിനെ തന്നെ പ്രതീക്ഷിച്ചിരിക്കും. അതങ്ങനെ ചെയ്ത് നല്ല രീതിയിൽ അത് ചെയ്ത് അവർക്ക് അത് തന്നെ അവർ പിന്നെ നിങ്ങളെ തന്നെ വിളിക്കാനുള്ള കാരണം ആകാനും സാധ്യതയുണ്ട്. പിന്നെ ഓൺലൈനിൽ പോകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ ചെയ്യുക. അതുപോലെ കസ്റ്റമറിനോട് നല്ല രീതിയിൽ പെരുമാറാം. അതുപോലെ അവിടെ പോയി ഓർഡർ അവർ തന്നു, നിങ്ങളവിടെ എത്തിച്ചു കൊടുക്കുമ്പോൾ ഡെലിവറി കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാക്കാം. അവിടെ ഒരു കുഴപ്പമുണ്ടാക്കാതെ പോകുന്ന യുവാക്കളോ ആരാണെങ്കിലും ആ വീട്ടിൽ നല്ല രീതിയിൽ കൊടുക്കുക, കാശ് എടുത്തുകൊണ്ട് വരാം എന്നല്ലാതെ, അതല്ലെങ്കിൽ പിന്നെ കാശ് അതിന്റെ ഓൺലൈൻ ചെയ്യാൻ പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് വരാം. അതുപോലെ ചെയ്ത് കച്ചവടത്തെ നിലനിർത്താനും ഓൺലൈനിൽ പോകാത്ത രീതിയിലുള്ള അവസ്ഥവും നിങ്ങളും കച്ചവടക്കാരും ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്.